യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നീ ഇവിടെ എത്തിയെന്നറിഞ്ഞ ശേഷം ആ കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു സമാധാനവും ഇല്ല. പൂജ, ഞാൻ അത്രയ്ക്ക് വലിയ ദുഷ്ടാണെന്നാണ് നീ കരുതുന്നത്? പറഞ്ഞില്ലേ, ഞാൻ തർക്കിക്കാനല്ല അപേക്ഷിക്കാനാ ഇവിടെ നിൽക്കുന്നേന്ന്. ദേ, എന്നോടുള്ള വൈരാഗ്യത്തിന് ആ കുഞ്ഞിനോട്. നിന്നോട് എനിക്ക് വൈരാഗ്യമാണെന്ന് ആര് പറഞ്ഞു? ഞാനിപ്പോ പുതിയൊരാളാ പൂജ. ഈ ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കുക, അത്രേ ഉള്ളൂ എനിക്ക്. എല്ലാവരുടെയും സന്തോഷം എന്റെ മനസ്സിൽ. എല്ലാവരുടെയും സന്തോഷമായിരുന്നു മനസ്സിലെങ്കിൽ നീ വീണ്ടും ഇവിടെ വരില്ലായിരുന്നു. നീ വന്നത് ഞങ്ങളുടെ സന്തോഷം തീർന്നു. നിങ്ങളുടെ സന്തോഷം എങ്ങനെയാ പൂജ ഞാൻ തകർക്കുന്നത്? ഞാൻ ആരെ ശല്യപ്പെടുത്താൻ വരുന്നില്ലല്ലോ. ഒരാൾക്കൊരാളെ ശല്യപ്പെടുത്തണമെങ്കിൽ അത് നേരിട്ട് തന്നെ വേണമെന്നില്ല. എന്റെ സമാധാനം തകർക്കാൻ നീ എന്റെ വീട്ടിൽ വരാതെ സ്നേഹസദനത്തിൽ വന്നാലും മതി. അത് നിനക്ക് വ്യക്തമായിട്ടറിയാം. നീ ബുദ്ധിപരമായിട്ട് കരുക്കൾ നീക്കി. ഇല്ല പൂജ, ഞാൻ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞിരുന്നു. നീ അച്ഛനോട് ചോദിച്ചു നോക്ക്. ഞാനും അച്ഛനുമായിട്ടുള്ള ബന്ധം ഇപ്പൊ നീയായിട്ട് മുറിച്ചു മാറ്റിയില്ലേ, വളരെ സമർത്ഥമായിട്ട്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പറയാ അച്ഛനോട് ചോദിച്ചു നോക്കുന്നു. മുമ്പ് നിന്നെ അച്ഛനെ തമ്മിൽ തെറ്റിച്ച എനിക്ക് ചിലപ്പോ ഒരു സന്തോഷമൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പൊ അത്തരം ചിന്തകളൊന്നുമില്ല. സത്യത്തെ ഇപ്പൊ ഒരു സന്യാസിനെ പോലെയാ എന്റെ ജീവിതം. ആണോ? സ്വാമിനി പ്രിയാനന്ദ അല്ലേ? ഓർമ്മയുണ്ടോ ആ പഴയ സ്നേഹസദനത്തിലുള്ള ദിവസങ്ങൾ? ഒരേ മുറിയിലായിരുന്നു നമ്മൾ. നിന്നെ എന്റെ കൂടപ്പിറപ്പായിട്ടാ ഞാൻ കണ്ടേ. എന്നിട്ട് നീ എന്നെ വേണ്ട, ഒന്നും ഓർമ്മിക്കുന്നില്ല. പഴയ കാര്യങ്ങൾ മനസ്സിൽ വന്നാൽ ഞാൻ സമനില തെറ്റി എന്തെങ്കിലും ചെയ്തു പോയെന്നിരിക്കും. ഇവിടെ വന്ന ദിവസം അർജുനും പറഞ്ഞിരുന്നു എന്നെ കൊല്ലുമെന്ന്. ഞാൻ അർജുന്റെ മുമ്പിൽ കണ്ണടച്ചു നിന്നു. എന്നിട്ട് കൊല്ലാൻ പറഞ്ഞു. അതൊരു പുണ്യമാണെന്നും പറഞ്ഞു. അതുപോലെ നിന്നോടും പറയാം, എന്നെ കൊന്നോളും. ഇതൊരപേക്ഷയാണ്. കൊന്നോളും. നിന്റെ കൈകൊണ്ട് മരിക്കുന്നതും പുണ്യം തന്നെ. നീ നന്മയുള്ള ഒരാളാണ്. നിർത്ത. എന്നെ കുറിച്ച് സ്തുതിച്ച ഞാൻ അങ്ങ് അലിഞ്ഞു പോകുന്നു നീ കരുതണ്ട. മനസ്സിലുണ്ടല്ല. ദേ, പറഞ്ഞില്ലേ എന്റെ കുഞ്ഞുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കേണ്ടി വരിക. പിന്നെ നിനക്ക് മനസ്സിലുള്ളത് എന്തും പറയാം. ഇവിടുത്തെ കുഞ്ഞിനെ നോക്കുന്നതുമായിട്ട് അത് ബന്ധപ്പെടുത്തണ്ട. നിനക്ക് പറയാം. നീ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. കാരണം പഴയ കടപ്പാടുകൾ ഒരുപാടുണ്ട്. എന്റെ ഏതാവശ്യവും കണ്ടറിഞ്ഞ് ചെയ്തു തന്നവളാ നീ. എന്റെ ഡ്രസ്സ്, ഫീസ് ഒക്കെ നിന്റെ ചെലവായിരുന്നു. ഞാൻ ആവശ്യപ്പെട്ടപ്പോ ദൂർത്തടിക്കാനും തന്നു. ആ നിന്നെ ഞാൻ ചതിച്ചു. പറഞ്ഞോ, പ്രായച്ചിത്തായിട്ട് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നീ സ്നേഹസദനം വിട്ടു പോണം. പോക. അച്ഛൻ പറഞ്ഞ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം. ഞാൻ പറഞ്ഞില്ലേ, നീ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് എല്ലാ പഴുതുകളും അടച്ചാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഒരു പഴുത് എവിടെയെങ്കിലും ഒളിഞ്ഞു കിടപ്പുണ്ടാവും. അത് മറക്കണ്ട. ഒരിക്കൽ കൂടി നമ്മൾ കാണും. മാറ്. മോളെ, അതോ അർജുൻ വരുമ്പം അവനെ ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിലൊന്നും പറയണ്ട. അർജുനെ ദേഷ്യം പിടിപ്പിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ?
ഞാൻ പക്ഷെ പറയാനുള്ളത് പറയും. ദേഷ്യം വരണോ വേണ്ടോന്നൊക്കെ അർജുൻ തീരുമാനിക്കട്ടെ. എന്താ എന്താ സംഭവം? പൂജ എങ്ങോട്ടാ പോയത്? ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എവിടോട്ടെങ്കിലും പോയതായിരിക്കും. അമ്മയൊന്നും മിണ്ടായിരുന്നേ. എന്തെങ്കിലും അത്യാവശ്യത്തിനല്ല, നമുക്കറിയാൻ പാടില്ലാത്ത എന്തോ അത്യാവശ്യത്തിനാണെന്ന് വേണം പറയാൻ. നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചതാ, പക്ഷെ എടുത്തില്ല. മോളുടെ കൂട്ടുകാരിയല്ലേ ജീനമോള്, അവിടെ പോയതായിരിക്കൂ. അവിടേക്കാണെങ്കിൽ മറച്ചു വെക്കേണ്ട കാര്യം എന്താ? ഒന്നാമത് പ്രസവം കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഒരു പിഞ്ചു കുഞ്ഞ് ഇവിടെ കിടക്കുക. അതിനെ കളഞ്ഞിട്ട് ഓടാൻ മാത്രം എന്ത് അത്യാവശ്യം ഉള്ളത്? ആകാശം ഇടിഞ്ഞിപ്പോ താഴെ വീഴും. മതി, ആദ്യം പൂജ വരട്ടെ. എവിടെയാ പോയിരുന്നെന്നുള്ള കാര്യം നമുക്ക് ചോദിക്കാം. എന്നിട്ട് കുറ്റപ്പെടുത്താൻ വഴക്ക് പറയുക ചെയ്യാം. മതി. എന്താ പൂജ, എന്തു പറ്റി? താൻ എവിടെയായിരുന്നു? അല്ല, തന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. എവിടെ പോയായിരുന്നു? എന്താ മോളെ നീ വല്ലാതിരിക്കുന്നേ? ഏയ് പൂജ, എന്താ, എന്തു പറ്റി? താനിത് എവിടെ പോയിരുന്നു? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ആകെ വിളറി വാടിയിരിക്കുന്നു. അജുവേട്ടാ, അത് എടോ, എന്താന്ന് വെച്ചാൽ തുറന്നു പറ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ മോളെ? കുറച്ച് വെള്ളം വേണം. പൂജാടോ, എന്ത് പറ്റി? മോളെ ആശുപത്രിയിലോ മറ്റോ പോണോ? മോളെ ദാ. എടോ, നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. ആശുപത്രിയിലൊന്നും പോകണ്ട ചേട്ടാ. പിന്നെ എന്താ കാര്യം? താനെന്താ വല്ലാതിരിക്കുന്നേ? കാര്യം പറ പൂജ. ഞാൻ ആദ്യമേ എല്ലാവരോടും ക്ഷമ ചോദിക്കാം. ചേട്ടാ, ഇതിപ്പോ കുറെ നേരം ആയല്ലോ. വെള്ളം, മാപ്പ്, ഇങ്ങനെ ഓരോന്ന് പറയാതെ കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ. ഞാൻ സ്നേഹസദനത്തിൽ പോയിരുന്നു. എന്താ പൂജ? ഞാൻ സ്നേഹസദനത്തിൽ പോയിരുന്നു അജുവേട്ടാ. താൻ തമാശ പറയണോ? എനിക്ക് പോകേണ്ടി വന്നു അജുവേട്ടാ. ഞാൻ സത്യമായിട്ടും പറയാ. അങ്ങേയറ്റം തെറ്റായി പോയി മോളെ നീ കാണിച്ചത്. ഇവിടെ എന്തൊക്കെയോ ഒളിച്ചുകളികൾ നടക്കുന്നുണ്ടമ്മേ. ഇവളും കൂടി അറിഞ്ഞിട്ടാണോ ഈ പ്രിയ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ആന്റി ഒന്ന് വെറുതെ ഇരിക്കെ. എന്തിനാ? അച്ഛനെ കാണാനാണോ പോയത്? അല്ല, കുഞ്ഞിനെ കാണാൻ. ആരെ കാണാനായാലും നീ ചെയ്തത് തെറ്റ് തന്നെയാ. അന്ന് പ്രിയ വന്ന ദിവസം നമ്മൾ ആലോചിച്ചെടുത്ത തീരുമാനമാ ഈ കുടുംബത്തിലെ ആരും ഒരു സാഹചര്യത്തിലും അങ്ങോട്ട് പോകരുതെന്ന്. നീ എന്റെ അരുണിമയുടെ മോളാ എന്ന് വെച്ച് അരുതാത്തത് ചെയ്യാൻ അവകാശമില്ല. അർജുൻ, നീ ജഡ്ജാവാൻ പോകുന്ന ആളാ. ഈ കേസിൽ നീ കൃത്യമായി വിധി പറയണം. എന്താ നിന്റെ തീരുമാനം? കുഞ്ഞിനെ കാണാൻ പോവാണെന്നൊക്കെ പറയുന്ന ഒരുമാതിരി ഉണക്ക ന്യായങ്ങളാ. ഇവള് പോയത് അയാളെ കാണാനാ, നമ്മളെ പറ്റിച്ച ആ വിശ്വനാഥനെ കാണാൻ. വളർത്തച്ഛനല്ലേ, സ്വന്തം ഭർത്താവിന് ഇവള് നാണം കെടുത്തിരിക്കുക.